بسم الله والحمد لله والصلاة والسلام على رسول الله. الدرس السادس والعشرون. بشير പറയുന്നു يا فضيلة الشيخ نريد أن نشتري هذا المعجم الذي معك ولكننا لا نجده في المكتبات. ഓ ഫദീലത്ത് ഷെയ്ഖ്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഈ ഡിക്ഷണറി വാങ്ങിക്കണം, പക്ഷേ ഞങ്ങൾക്കത് ലൈബ്രറികളിൽ കാണാൻ പറ്റുന്നില്ല. സോ നുരീദു അനഷ്തരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാങ്ങിക്കണം. ഹാദൽ മുഅ്ജമ, ഈ ഡിക്ഷണറി, അല്ലദീ മഅക, നിങ്ങളുടെ അടുത്തുള്ള, വലാകിന്നന, പക്ഷേ ഞങ്ങൾക്ക് ലാ നജിദുഹു ഫിൽ മക്തബാത്തി, അത് ലൈബ്രറികളിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, തജിദൂനഹു ഫിൽ മക്തബത്തിൽ കബീറത്തിൽ ലത്തി അമാമൽ മസ്ജിദ്, നിങ്ങൾക്കത് പള്ളിയുടെ മുമ്പിലുള്ള വലിയ ലൈബ്രറിയിൽ കാണാൻ പറ്റുന്നതാണ്. തജിദൂന ഫീഹ മആജിമ അറബിയതൻ വ അജ്നബിയതൻ വ മസാഹിഫ മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ വ സുഹുഫൻ മിൻ ജമീഇ അൻഹാഇ അൽ ആലമി. അപ്പോൾ പറഞ്ഞത് തജിദൂനഹു ഫിൽ മക്തബ, ഓക്കെ, നിങ്ങൾക്ക് അത് പള്ളിയുടെ മുമ്പിലുള്ള വലിയ ലൈബ്രറിയിൽ കാണാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞു. തജിദൂന ഫീഹ എന്ന് പറയുമ്പം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ആ ലൈബ്രറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മആജിമ അറബിയ വ മആജിമ അറബിയ വ അജ്നബിയ, അപ്പോൾ അറബിയിലുള്ളതും പിന്നെ മറ്റുള്ള ഭാഷയിലുള്ള ഡിക്ഷണറികളും, മസാഹിഫ, മുസ്ഹഫുകളും, മിൻ ബിലാദിൻ മുഖ്തലിഫ, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, വസുഹുഫൻ, സുഹഫ് എന്ന് പറയുമ്പം പത്രങ്ങൾ, മിൻ ജമീഇ അൻഹാഇൽ ആലം, എല്ലാ രാജ്യങ്ങളിൽ നിന്നും, വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ ലഭ്യമാണ്. യദ്ഖുലു അഹ്മദു, അഹ്മദ് പ്രവേശിക്കുന്നു. അഹ്മദ് പറഞ്ഞു, യാ ഫദീലത്ത ഷെയ്ഖി അന ലാ അജിദു മഹ്ഫദതി, ഓ ഫദീലത്ത ഷെയ്ഖ്, എനിക്കെൻ്റെ പേഴ്സ് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇതുവരെ നമ്മൾ വായിച്ചതിൽ ശ്രദ്ധിക്കേണ്ടത് തജിദൂന, യജിദു, അജിദു എന്നുള്ള ഫിഅലാണ്. ഇതിൻ്റെ മാദി നോക്കുകയാണെങ്കിൽ വജദ എന്നാണ് വരുന്നത്. വജദ, വാ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് മിസാൽ എന്നുള്ള ഇനങ്ങൾപ്പെടുന്നതാണ്. ഇങ്ങനത്തെ ഫിഅലിന് ഹർഫു ഇല്ല വെച്ച് തുടങ്ങുന്ന ഫിഅലിന് മിസാൽ എന്ന് പറയും. ഒന്നുകിൽ വാവ് അല്ലെങ്കിൽ അലിഫ് അല്ലെങ്കിൽ യാ വെച്ച് തുടങ്ങുന്ന ഫിഅലുകളാണത്. അപ്പോൾ ഈ ഫിഅലുകൾക്ക് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അത് നമ്മൾ തസ്രീഫ് ചെയ്യുമ്പോൾ, അത് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് എക്സസൈസിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ അഹ്മദ് പറഞ്ഞു, അന ലാ അജിദു മഹ്ഫദതി, എനിക്ക് എൻ്റെ പേഴ്സ് കാണുന്നില്ല. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, അഫീഹ നുഖൂദുൻ കസീറത്തുൻ, അതിൽ കുറേ പണം ഉണ്ടായിരുന്നു. നുഖൂദുൻ കസീറ, നുഖൂദ് പറയുമ്പോൾ പണം. അഹ്മദ് പറഞ്ഞു, നഅം ഫീഹ 300 റിയാൽ, അതേ, അതിൽ 300 റിയാൽ ഉണ്ടായിരുന്നു. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, ഐന വദഅതഹ, നീ അത് എവിടെയാണ് വെച്ചത്? വദഅ എന്നുള്ള ഫിഅല് വെക്കുക എന്നുള്ള അർത്ഥമാണ്. ഇതും മിസാലായിട്ടുള്ള ഫിഅലാണ്, കാരണം വാവ് വെച്ച് തുടങ്ങുന്ന ഫിഅലാണ്. അപ്പോൾ അഹ്മദ് പറഞ്ഞു, വദഅതുഹ അലൽ മക്തബി ഹുന വഖറജ്തു ലിഅശ്റബൽ മാ, ഞാൻ അതിവിടെ ഈ മേശപ്പുറത്താണ് വെച്ചത്, എന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ പുറത്തു പോയതാണ്. സോ വദഅതുഹ, അത് ഞാൻ വെച്ചു, അലൽ മക്തബി, മേശയുടെ മുകളിൽ, ഹുന, ഇവിടെ, വഖറജ്തു, ഞാൻ പുറത്തുപോയി, ലിഅശ്റബൽ മാ, ലിഅശ്റബൽ മാ, വെള്ളം കുടിക്കാൻ. ഇവിടെ ലാമു തഅലീലാണ്. ലിഅശ്റബ ഇതിന് ശേഷം വരുന്ന ഫിഅൽ മുദാരി മൻസൂബാവും, ലിഅശ്റബൽ മാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിമ വദഅതഹ അലൽ മക്തബി, നീ എന്തിനാണ് അത് മേശപ്പുറത്ത് വെച്ചത്? ഹാദാ ഖതഉൻ കബീറുൻ, അത് വലിയ ഒരു തെറ്റാണ്. യജിബു അൻ തദ്അഹ ഫീ ജൈബിക, അത് നിന്റെ പോക്കറ്റിൽ വെക്കണം. അവജദ അഹദുൻ മഹ്ഫദതഹു യാ ഇഖ്വാനു, ആരെങ്കിലും, സഹോദരങ്ങളെ, ആരെങ്കിലും അവൻ്റെ പേഴ്സ് കണ്ടോ? അപ്പോൾ ലിമ എന്തുകൊണ്ടാണ്, ലിമാദ എന്നുള്ള പോലെ, ലിമ വദഅതഹ, എന്തിനാണത് വെച്ചത്? അലൽ മക്തബി, മേശപ്പുറത്ത്. ഹാദ ഖതഉൻ കബീർ, ഇത് വലിയ തെറ്റാണ്. ഖത എന്ന് പറഞ്ഞാൽ തെറ്റ്, കബീറും വലുത്.
യജിബു അൻ തദഅഹ, നീ അത് വെക്കേണ്ടത് ഫി ജൈബിക, അത് നീ നിന്റെ പോക്കറ്റിലാണ് വെക്കേണ്ടത്. യജിബു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ യജിബു അൻ തദഅ, നീ വെക്കണം, ഫി ജൈബിക, നിന്റെ പോക്കറ്റിൽ. അവജദ, ഇവിടെ ഹംസത്തുൽ ഇസ്തിഫാമാണ്. അഹദുൻ, ആരെങ്കിലും കണ്ടോ, മഹ്ഫദതഹു, അവൻ്റെ പേഴ്സ്, യാ ഇഖ്വാൻ, ഓ സഹോദരങ്ങളെ. അപ്പോൾ ഖാലിദ് പറഞ്ഞു ല ലം നജിദ്ഹ യാ ഷെയ്ഖു, ഇല്ല ഞങ്ങളത് കണ്ടില്ല ഓ ഷെയ്ഖ്. ഇവിടെ നജിദ്ഹ എന്ന് പറയുന്നത് വജദയുടെ മുദാരിഅാണ്. വജദ യജിദു. ലം വരുമ്പോൾ എന്തായി മാറുന്നു? യജിദു എന്നുള്ളത് യജിദ് എന്നാവും. നജിദു നജിദ്. ലം നജിദ്ഹ യാ ഷെയ്ഖു. അപ്പോൾ ഉമർ പറഞ്ഞു ഹാ ഹിയ ദി യാ ഉസ്താദു, ഇത് അവിടെയുണ്ട് ഉസ്താദെ. ഇന്നഹ തഹ്ത കുർസിയിഹി. ഇന്നഹ തഹ്ത കുർസി എന്ന് പറയുമ്പം അതവൻ്റെ കസേരയുടെ താഴെയുണ്ട്. ഇവിടെ ഹാ ഹിയദി എന്ന് പറയുന്നത് അതൊരു പ്രയോഗമാണ്. ഹാ ഹിയദി എവിടെയുണ്ട് എന്നുള്ള. യാ ഉസ്താദ് ഉസ്താദ് ഇന്നഹ തഹ്ത കുർസി, അത് അവൻ്റെ കസേരയുടെ താഴെയുണ്ട്. അപ്പോൾ മുദരിസ് ഖുദ്ഹ വദഅഹ ഫി ജൈബിക, അത് നീ അതെടുത്ത് നിന്റെ പോക്കറ്റിൽ വെക്കൂ. ഖുദ്ഹ, അതെടുക്കൂ. വദഅഹ, അത് വെക്കൂ. ഫി ജൈബിക്, നിന്റെ പോക്കറ്റിൽ. ഖുദ് എന്ന് പറയുമ്പം അഖദയുടെ അമ്രാണ്. ദഅ എന്ന് പറയുമ്പോൾ വദഅയുടെ അമ്രാണ്. യഖൂമു യഹ്യ വയസീറു നഹ്വൽ മുദരിസ്. യഹ്യ എഴുന്നേറ്റ് അധ്യാപകൻ്റെ അടുത്തോട്ട് പോവുകയാണ്, സമീപത്തോട്ട് യസീർ എന്ന് പറയുമ്പോൾ നടക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു ഖിഫ് യാ ഉലൈദു. ഖിഫ്, അവിടെ നിൽക്കൂ. യാ ഉലൈദു. ഉലൈദ് എന്ന് പറയുമ്പോൾ വലതിൻ്റെ തസ്ഗീറാണ്, ചെറിയ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ പറയാം. ഖിഫ് യാ ഉലൈദു. അയിന തുരീദു അൻ തദ്ഹബ, നീ എവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് പോകുന്നത് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ യഹ്യ പറഞ്ഞു യാ ഫദീലത ശൈഖി, ഓ ഫദീലത ശൈഖ്, അർജു അൻ തസ്മഹ ലി ബിദ്ദഹാബി, ദയവായി നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം. لأن أبي يأتي اليوم إلى المدينة المنورة, കാരണം എൻ്റെ ഉപ്പ ഇന്ന് മദീന മുനവറയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അർജു എന്ന് പറയുമ്പോൾ ദയവായിട്ട്, പ്ലീസ് എന്നുള്ള അർത്ഥം. അൻ തസ്മഹ, നിങ്ങൾ അനുവദിക്കണം, ലി എന്നെ, ബിദ്ദഹാബി പോകാൻ, لأن أبي കാരണം എൻ്റെ ഉപ്പ, يأتي اليوم ഇന്ന് വരും, ഇലൽ മദീനത്തുൽ മുനവറ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു മത യസിലു ഹുന, മത യസുൽ, അവർ എപ്പോഴാണ് ഇവിടെ എത്തുന്നത്? യസിലു എന്ന് പറയുമ്പോൾ വസലയുടെ മുദാരിയാണ്, അതും ഒരു മിസാലായിട്ടുള്ള ഫിഅലാണ്. മത വസല എന്നുള്ള മുദാരിയാണ് യസിലു. യഹ്യ പറഞ്ഞു തസിലു ത്വായിറത്തു മിൻ ജുദ്ദത ഫി സ്സാഅത്തിൽ വാഹിദ, ജിദ്ദയിൽ നിന്ന് തസിലു ത്വായിറ, വിമാനം എത്തുന്നത്, അപ്പം ജുദ്ദയിൽ നിന്ന് വിമാനം എത്തുന്നത് ഫി സ്സാഅത്തിൽ വാഹിദ, 1 മണിക്കാണ്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു മത വസല അബൂക ഇല ജുദ്ദ, എപ്പോഴാണ് എൻ്റെ ഉപ്പ ജുദ്ദയിൽ എത്തിയത്? മത വസല, ഇതാണ് മാദി. മത വസല അബൂക ഇല ജുദ്ദ. യഹ്യ വസല അൽ ബാരിഹ, ബാരിഹ എന്ന് പറയുമ്പം കഴിഞ്ഞ രാത്രി, ഇന്നലെ കഴിഞ്ഞ രാത്രിയാണ് എത്തിയത്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, മുദരിസ് പറഞ്ഞു ഇദ്ഹബ് ബിസുറഅ, നീ പെട്ടെന്ന് പോ. ബഖിയ നിസ്ഫു സഅത്തിൻ ഔ അഖൽ, അരമണിക്കൂറോ അതിന് കുറവോ ഉണ്ട്. ബഖിയ നിസ്ഫു സഅത്തിൻ ഔ അഖൽ, അഖൽ എന്ന് പറയുമ്പോൾ ഖലീലിൻ്റെ ഇസ്മു തഫ്ദീലാണ്. അപ്പോൾ അരമണിക്കൂർ, അതിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇസ്മ എന്ന് പറഞ്ഞാൽ കേൾക്കൂ. അർജു അൻ തഅതിയ ബി അബീക ഇലാ ബൈതി, അർജു എന്ന് പറയുമ്പം ദയവായിട്ട്, പ്ലീസ്. അൻ തഅതിയ, നീ വരണം, ബി അബീക നിൻ്റെ ഉപ്പാൻ്റെ കൂടെ, ഇലാ ബൈതി എൻ്റെ വീട്ടിലോട്ട്. അപ്പം നിൻ്റെ ഉപ്പാൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് നീ ദയവായി വരണം. അപ്പോൾ യഹ്യ ഇൻഷാ അല്ലാഹ് സആതീക ബിഹി ഗദൻ, ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ സആതീക ബിഹി അവരുടെ കൂടെ വരും, ബഅദ സലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരത്തിന് ശേഷം.